ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഫിഷ് കൊണ്ടൊരു ബാർബിക്യൂ. ഓക്കെ, അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഒരു 5-6 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയാണ്, അതിലും അരിയില്ല. 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെള്ളം, കുറച്ച് കറിവേപ്പില, ഒരു ലെമൺ. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്യാം, എല്ലാം കൂടെ കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇടാം. ഈ കൂട്ടത്തില് പിന്നെ കുറച്ചും ഇടാം, കുറച്ച് ടേസ്റ്റ് ആയി കൂടുതൽ ഇരുന്നോട്ടെ. കുറച്ച് ഓയിലൂടെ ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മസാല എടുത്തത് അതും 3 മീനുണ്ട്, 4 മീനുണ്ട്. ഒരു വലിയ മീനും 2 ചെറിയ മീനും. വലിയ മീൻ ശരിയാണ്, മറ്റേ മീനിന്റെ പേര് എനിക്ക് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടുകാരനോട് ചോദിച്ചിട്ട് പറയാം. എണ്ണയും കൂടെ ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. കുറച്ച് ലെമണിന്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം. മസാല ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മസാലയാണ്, കണ്ടില്ലേ? നമുക്ക് അപ്പൊ നമ്മുടെ ഫിഷിലോട്ട് പുരട്ടാം. ഇതെല്ലാം വരഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ നല്ലോണം ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഈ വരകളിലൊക്കെ ഉള്ളിൽ പോകണം. ഇട്ടിട്ട് ഒന്നുകൂടെ അതിൽ വെള്ളം ഒരുപാട് മസാല ഉണ്ട് പിടിക്കാൻ. അപ്പൊ നമ്മുടെ മസാല എല്ലാം അടിപൊളിയായിട്ട് പുരണ്ട് വന്നിട്ടുണ്ട്. നോക്ക്, മറ്റേ 2-3 മീനും റെഡി ആയിട്ടുണ്ട്. അടിപൊളി മസാലയാന്ന് തോന്നുന്നു, നല്ല കൊഴുത്തിരിക്കുന്ന മസാല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിതുപോലെ ഒരു ഓവനിൽ വെക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി ഒരു ഓവന്റെ ഇതെടുത്തിട്ടുണ്ട്, പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്, അലൂമിനിയം പേപ്പർ. അതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ കൊടുത്തു നോക്കാം, ശകലം. എന്നിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിൽ
അപ്പൊ നമ്മുടെ ഈ മീൻ എടുത്തിട്ട് മസാല പുരണ്ട മീൻ എടുത്ത് അതിലോട്ട് വെച്ചു കൊടുക്കാം. ഓ, കാണാൻ തന്നെ എന്ത് രസമുണ്ട്. ചെറിയ ചെറിയ മീനുകൾ നമുക്ക് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം. പൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുറച്ച് ഇട്ടിട്ട് കുറച്ച് മസാല ബാലൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ പൊട്ടി കൊടുക്കാം. ബാക്കി വന്ന് കറിവേപ്പില ഇല്ലാതെ തന്നെ ഇട്ടേക്കാം. പിന്നെ കുറച്ച് ലെമണോട് നമുക്കൊന്ന് പിഴിഞ്ഞ് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഓവൻ തുറന്നു കൊടുക്കാം. ഞാൻ എപ്പോഴേ അത് ഓണാക്കി വെച്ചേക്കാണ്, നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മുടെ ഇത് ഉള്ളിലൂട്ടി എടുത്ത് വെക്കാം. നല്ലോണം ഇരുന്നിട്ടുണ്ട്. നമുക്കിനി അടയ്ക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ രുചിയാണ് കേട്ടോ. നിങ്ങൾ പറയുന്നതിൻ്റെ തൊട്ടല്ല, അടിപൊളിയായിട്ട് ഗാർണിഷും ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കഴിച്ചു നോക്കണം. അപ്പം ഞങ്ങൾ കഴിക്കുന്ന അപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കിത് കഴിച്ചു തുടങ്ങാം. കുറച്ച് നാളെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. ഞാൻ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്, കുറച്ച് സലാഡുണ്ട്. കഴിച്ചു നോക്കാം അല്ലേ? കണ്ടു, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്യാവശ്യം ഓവനിലേക്ക് വെച്ച് അടിപൊളിയായിട്ട് ഒരു ഫിഷ് മേടിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് എടുത്തേക്കാൻ പറ്റും. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ വെച്ച് നോക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.